എറണാകുളം പറവൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അബ്കാരി കേസ് പ്രതിയുടെ അതിക്രമം. ആക്രമണത്തിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ ഭാര്യയ്ക്ക് പരിക്കേറ്റു. പറവൂർ കെടാമംഗലം സ്വദേശിയായ ഹനീഷിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഹനീഷിന്റെ അയൽവാസി കൂടിയായ രാകേഷാണ് അതിക്രമം കാട്ടിയത്. വീട്ടിലേക്ക് പ്രതി കുപ്പിയും വലിച്ചെറിഞ്ഞു. ഇന്നലെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ ഒരു 3:30 കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഓഫീസിലായിരുന്നു. എൻ്റെ വൈഫും എൻ്റെ അമ്മയും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. ഈ രാകേഷ് എന്ന് പറഞ്ഞ ആൾ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ കാറിനും എൻ്റെ വീടിൻ്റെ ചില്ലും ഒക്കെ തല്ലി തകർത്ത് പോയി. പിന്നെ രാത്രി 11 മണിയായപ്പോൾ വന്നു. അപ്പോഴും ഇതുപോലെ ചില്ലെറിഞ്ഞപ്പോൾ പോലീസുകാരെ വിളിച്ച് പോലീസ് വണ്ടി വന്നു. പിന്നെ 1 മണിക്ക് വന്നു. പിന്നെ രാത്രി 2 മണിക്ക് വന്നിട്ടാണ് വീണ്ടും ഇതുമായുള്ള അതിക്രമങ്ങൾ ചെയ്തേക്കുന്നത്. പ്രതി രാകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, അബ്കാരി കേസിലെ പ്രതിയായിട്ടുള്ള ആളാണ് ഈ അക്രമം കാട്ടിയ രാകേഷ്. ഈ രീതിയിൽ ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീടിന് നേരെ ആക്രമണം നടത്താനുള്ള കാരണം എന്താണ്? ഏതെങ്കിലും കേസിൽ പ്രതി ചേർത്തതാണോ ഈ പ്രകോപനത്തിന് കാരണമായത്? ഡാനി, ടോം, ഈ അടുത്തിടെയാണ് ഇയാൾ ഒരു കേസിൽ പ്രതിയാവുന്നത്. കാരണം അനധികൃത ഈ മദ്യവിൽപ്പന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത്. അതായത് ഈ ഹനീഷിന്റെ അടുത്ത വീട്ടിലൊരാൾ കൂടിയാണ് രാകേഷ് എന്ന് പറയുന്നതാണ്. പക്ഷേ ഈ കേസിൽ അയാൾ പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം അടക്കം എല്ലാം തന്നെ ഉണ്ട്. ഇതിലുള്ളൊരു വൈരാഗ്യമാണ് ഈ രീതിയിലേക്കുള്ളൊരു അക്രമ സംഭവത്തിലേക്കെല്ലാം തന്നെ കൊണ്ടുചെന്നെത്തിച്ചതെന്നാണ് ഹനീഷ പറയുന്നത്. ഇന്നലെ ഞായറാഴ്ച, അതായത് ഇന്നലെ പകൽ തുടങ്ങിയ ഒരു ആക്രമണം അത് പുലർച്ചെ വരെ നീണ്ടുനിന്നു. പല ഘട്ടങ്ങളിലായി 3:30 ഇയാൾ ആദ്യം വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ വലിയ ബഹളമുണ്ടാക്കുന്നു. വീട്ടിൽ ഹനീഷിന്റെ ഭാര്യയും മകനും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് നേരെ തട്ടിക്കയറുകയും ബഹളമുണ്ടാക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. അതിനുശേഷം പോലീസിൽ ഈ വിവരം അറിയിക്കുന്നുണ്ട്. പിന്നീട് പോലീസ് എത്തുന്നു. അതിനുശേഷം ഇയാൾ പോലീസ് എത്തുന്നതിന് മുൻപേ ഇയാൾ തിരിച്ചു പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും അതിക്രമം തുടരുകയാണ്. ഹനീഷ് തന്നെ പറയുന്നുണ്ട്, പുലർച്ചെ 3:30 വരെയും ഈ രീതിയിൽ പല ഘട്ടങ്ങളിലായി വീട്ടിലേക്ക് കല്ലെറിയുന്നു. അതോടൊപ്പം തന്നെ വീടിന്റെ പോർച്ചിൽ കിടന്ന കാർ അത് നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അതിക്രമത്തിൽ ഭാര്യയ്ക്ക് പരിക്കേൽക്കുന്നൊരവസ്ഥയുണ്ടാകുന്നു. ആ വീടിനകത്തേക്ക് കുപ്പി വലിച്ചെറിയുന്നു. അങ്ങനെ തീർത്തും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഇതിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ ചെല്ലുന്നു. ഇതിനെ നിമിത്തമാകുന്നത് അബ്കാരി നിയമപ്രകാരം ഒരാളുടെ കേസിൽ പെടുന്നു, അയാൾക്ക് നടപടിയെടുക്കുന്നത് എക്സൈസ് പ്രിവന്റീവ് ഓഫീസറാണ് ഹനീഷ്. അയാളുടെ നിയമപരമായ ബാധ്യതകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അത് പ്രകാരം നിയമ നടപടിയെടുത്തതിൽ പ്രകോപിതനായാണ് ഈ രീതിയിലുള്ളൊരു അതിക്രമം ഉണ്ടായത് എന്നാണ് പറയുന്നത്. പോലീസ് ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നടപടികളിലേക്ക് തിരിഞ്ഞു. രാകേഷിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മറ്റ് നടപടികളിലേക്ക്, അറസ്റ്റ് രേഖാമൂലം രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് പറവൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വീടിന് അകത്തേക്ക് അതിക്രമിച്ച് കയറുന്ന രീതിയിലടക്കം കാര്യങ്ങൾ മാറുന്നു. ആ വീട്ടിൽ സ്ത്രീകൾ ഉള്ള സമയത്ത്, സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള സമയത്തേക്ക് അവരെ അതിക്രമിക്കുകയും ചെയ്യുന്നു. ഒരാൾക്ക് അതിൽ പരിക്കേൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം വളരെ ഭീതിയോടുകൂടിയാണ് ഇവർ ഓർത്തെടുക്കുന്നത്. കാരണം തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നവർ ഈ രീതിയിലേക്ക് അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നു എന്നതാണ്. വീടിനകത്ത് ഇരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ജനൽ ചില്ലുകളടക്കം എറിഞ്ഞ് ഉടയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നു. സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന ആളാണോ ഡാനി? ഈ ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ പോലും ആക്രമിക്കുന്നു, അതായത് സ്ത്രീകളെ പോലും ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ഈ കേസിന്റെ സ്വഭാവം തന്നെ മാറുകയാണ്. ഏതൊക്കെ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? ഈ അക്രമം മാത്രമല്ലല്ലോ, സ്ത്രീകളെ ആക്രമിച്ചടക്കമുള്ള സംഭവങ്ങളില്ലേ, പരാതികളില്ലേ? ഇങ്ങനെ പതിവായി ഇയാൾക്കെതിരെ, ഈ രാകേഷിനെതിരെ ഇങ്ങനെ പരാതികൾ ഉണ്ടായിട്ടുണ്ടോ? ടോം, ഇതിൽ പോലീസ് പറയുന്നത് ഇയാൾ കുറ്റകൃത്യങ്ങളുടെ സാഹചര്യങ്ങളിൽ പെടുന്ന ഒരാൾ തന്നെയാണെന്നാണ്. നേരത്തെയും ഈ മദ്യവിൽപ്പന, അതോടൊപ്പം തന്നെ ലഹരി മരുന്ന് ഇടപാടുകൾ, ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അയാളെ പലതും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് കൂടുതൽ പരിശോധിക്കുന്നുണ്ട് പോലീസ്. ഇയാളുടെ മറ്റ് സൗഹൃദങ്ങൾ എന്താണ്, കൂട്ടുകെട്ടുകൾ എന്താണ്, അത് മാത്രവുമല്ല ഇയാൾക്കൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് ഹനീഷ പറയുന്നുണ്ട്.
അപ്പോൾ നിലവിൽ ഇയാൾ രാകേഷിനെ മാത്രമാണ് കസ്റ്റഡി എടുത്തുള്ളൂ. കാരണം ഒറ്റയ്ക്ക് വീണ്ടും വന്ന് മദ്യപിച്ചെത്തുകയും വീണ്ടും വന്ന് ഈ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നത് ആരുടെയെങ്കിലും പ്രേരണയാലോ അതോ മറ്റാരെങ്കിലും സഹായം കൂടിയോ എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിൽ വീട് കയറിയുള്ള ഒരു അതിക്രമം അത് വളരെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. അതും ഒരാൾ നിയമപരമായി ചുമതലയുള്ള ഒരാൾ എടുത്തൊരു നടപടിയിൽ പ്രകോപിതനായിട്ടാണ് ഈ ഒരു കുറ്റകൃത്യങ്ങളിലേക്ക് ഒരാൾ നീങ്ങുന്നത്. അതും ഒരു കുറ്റം തന്നെയാണ്. അപ്പോൾ വീട് കയറി അതിക്രമം നടത്തുക, സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളിലെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് ഗുരുതരമായ സ്വഭാവത്തിലേക്ക് തന്നെ കേസ് മാറുകയാണ്. പ്രത്യേകിച്ച് അബ്കാരി നിയമപ്രകാരം അറസ്റ്റും നടപടിയും എടുത്ത ഒരാളാണ് ഈ രീതിയിലേക്ക് പുറത്തു വന്ന് ഈ രീതിയിലേക്ക് അതിക്രമം നടത്തിയതെന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കർശനമായ നടപടികളിലേക്ക് നീങ്ങാൻ തന്നെയാണ് പോലീസ് ഒരുങ്ങുന്നത്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ